ഇന്ന് നമ്മളാണെങ്കിലേ പുറത്തൊക്കെ ഇങ്ങനെ പോയപ്പോൾ കുറച്ച് ഒരു ചെറിയ ഷോട്ടാണ് കാണിക്കുന്നത്. റീൽസൊക്കെ എടുത്തേക്കാണ്. അപ്പോൾ അത് അവിടെ ഒരു ചെറിയ പാടമൊക്കെയാണ്. ഇപ്പോൾ മഴയില്ല, അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കും. അപ്പോൾ കാണാൻ നമുക്ക് ഇത് കണ്ടില്ലേ, പശുക്കളൊക്കെ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ വലിയ കൃഷിയൊന്നും ഇപ്പം നടക്കുന്നില്ല. എന്നൊരു മഴ സീസൺ ആയതുകൊണ്ടാണെന്നറിയില്ല, അങ്ങനെ ഇരിക്കുന്നു. അത് കണ്ടില്ലേ, ഇപ്പം മാവൊക്കെ നല്ല പൂത്ത് നിൽക്കുകയാണ് ഈ സമയത്ത്. ഇനി ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ അതൊക്കെ വരത്തുള്ളെന്നാണ് പറയുന്നത്. നവംബറോടൊക്കെ ഒരു സീസണായി തുടങ്ങത്തുള്ളെന്ന് പറയുന്നു. ഇവിടെ ആഫ്രിക്കയിലെ ഈ വൈകുന്നേരം ആകുമ്പോൾ നല്ല ലൈറ്റൊക്കെ നല്ലോണമാണ് കേട്ടോ. ആ ഇലയിലൊക്കെ വന്ന കളർ അടിക്കുമ്പോഴേ നല്ല ഒരു ഇതാണ് വരുന്നത്. നല്ല ലുക്സാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല ലുക്കിൽ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പുറത്തോട്ടൊക്കെ അറിയില്ല, നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളിലൊക്കെ കുറച്ചുകൂടെ ബെറ്ററാണ് ഒരു കളർ ഇങ്ങനെ വരുന്നത്. ഫോട്ടോഗ്രാഫിയൊക്കെ നല്ലോണം ചെയ്യാൻ പറ്റുന്നവർക്ക് ഇവിടെ സഫാരിയൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് എക്സ്പെൻഡിച്ചറൊക്കെ കൂടുതലാണ്, എന്നാലും അതൊക്കെ നോക്കാൻ പറ്റും. ഇവിടെ വാഴയും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ആണെങ്കിൽ കണ്ടില്ലേ, ഫോറസ്റ്റിലേക്ക് കയറി നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അത് ഫോറസ്റ്റ് കണ്ടോ, നല്ല രസമാണ് അവിടെയും ഇങ്ങനെ ലൈറ്റൊക്കെ കാണാൻ. ഫോറസ്റ്റിനകമൊക്കെ നമ്മുടെ നാട്ടിലുള്ള തിക്ക് ഫോറസ്റ്റൊന്നും അല്ല, അതിപ്പോൾ റൂമിൽ വന്നിട്ട് അവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ്. നല്ല ലൈറ്റൊക്കെയാണ് ഇവിടെ വരുന്നത്. നല്ല കളറാണ്, നല്ല രസമാണ്. നല്ല ഈവനിങ് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടോ, നല്ല ബ്യൂട്ടി ഉണ്ടല്ലോ, നല്ല രസമാണ്. ഇത് ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ ഒന്ന് ഓക്കെ ദെൻ